കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഇനി നമുക്ക് തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ, നമുക്ക് തൊഴാൻ പോവാം. ഇന്നിപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കാണ്, രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. പടിഞ്ഞാറ് നട തെക്കേ നടയിലെത്തിയിട്ട്, കിഴക്കേ നടയിൽ നിന്ന് തെക്കേ നടയിലെത്തിയിട്ട് പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ജനസഞ്ചയമാണ്. അപ്പം അത്രയും തിരക്കാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ കണ്ട് വണങ്ങിയിട്ട് പോരാം. അപ്പോൾ അവിടെ പോയി ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള അനുവാദമൊക്കെ വാങ്ങിയിട്ട് നേരെ നമുക്കിങ്ങോട്ട് പോരാം. ആ ഗണപതിയുടെ അവിടെയൊക്കെ നല്ല അലങ്കാരമൊക്കെ ആയിട്ടാണ് ഇന്ന് ഇരിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ തുളസിമാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കറുകമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇനി ഗുരുവായൂരപ്പനെ കാണാനുള്ള തയ്യാറെടുപ്പുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അങ്ങോട്ട് പോവാം. ഗുരുവായൂരപ്പൻ്റെ ഗോപുരം കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ തിരക്കന്നെയാണ്. വന്ദേ ഭാരത് വിട്ടിട്ടും എന്താ പറയുക, കൊടിമര വഴി വിട്ടിട്ടും തിരക്കിന് ശമനമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗുരുവായൂർ നല്ല മഴ, അപ്പോൾ എല്ലാം കൂടി ഒത്തിണങ്ങിയ സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോരും, എല്ലാവരും കൂടി വരും. നമുക്കങ്ങനെ ആ വാതിലിൻ്റെ പടി കിടക്കുകയാണ്. വാതിലിൻ്റെ പടി കിടക്കുമ്പോൾ തന്നെ ഒന്ന് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ പൊന്നിൻ്റെ വെളിച്ചം അങ്ങനെ കാണാം. ആ നെയ്വിളക്കിൻ്റെ ആ ശോഭ ആ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രഭ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അവിടുന്ന് കിടക്കുന്ന ഭാഗത്ത് ഇടതുവശത്തായിട്ട് ആ പീഠം കാണാം. അവിടേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ സ്മരിക്കാം. ആ നാരായണീയം എഴുതിയോണ്ടാണല്ലോ നമുക്ക് നാരായണീയം കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നന്നായിട്ട് മനസ്സിൽ സ്മരിക്കുക. അത് കഴിഞ്ഞാൽ ആ നാരായണീയത്തിലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് ഒന്ന് വലതുവശത്ത് കണ്ട് ഒന്ന് തൊട്ട് നെറുകിൽ വെക്കാം. അങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ കളഭാലങ്കാരം ഇന്ന് അങ്ങനെ എന്താണെന്ന് നോക്കി ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ വരുമ്പോൾ ആ കാൽത്തളകളൊക്കെ ഇങ്ങനെ കാണുന്നു. കാലുകൾ പിണച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത്. പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ആ കയ്യിലതാ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ച് വേണുഗോപാലനായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഗുരുവായൂർ ശ്രീലകത്തെ നിൽക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ നല്ല രസമായിട്ടാണ് കാഴ്ച. ആ കാഴ്ച അങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഒരു രസം, നന്നായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണത്. ഉണ്ടമാലകളുണ്ട്, തിരുമുടിമാലകളുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും, തെച്ചിയും തുളസിയും വെളുത്ത പൂവ്, നന്ദ്യാർവട്ട എന്താണെന്നറിയില്ല, വെളുത്ത അതോ താമരയെന്നറിയില്ല, വെളുത്ത പൂവായിട്ടുള്ള 2 തിരുമുടിമാലകളും, അതുപോലെ ഒരു ഉണ്ടമാല, 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലയുണ്ട്, വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്, പിന്നെ താമരയും തുളസി, അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്. തിരുമുടിമാലകൾ 2 ഉണ്ട്. അത് ചാർത്തിയിട്ട് ആ ഗോപിക്കുറി ഇങ്ങനെ പൊന്നിൻ്റെ ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്. പിന്നെ വളയം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചും കൂടി ഒരു നെക്ലസ് പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ തോൾവളകളുണ്ട്, കാതിൽ പൂക്കളുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. 2 കൈ കൊണ്ടും നമ്മളെ ഭക്തരെ നോക്കിയിട്ട് മന്ദഹാസത്തോടു കൂടിയിട്ട് വേണുഗാനം പൊഴിക്കുന്ന വേണുഗോപാലനായിട്ടാണ് അന്ന് ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നത്. ആ കളഭം കൊണ്ടുള്ള അലങ്കാരം വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്, നന്നായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങോട്ട് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല, അവിടേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനാണ് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, തിരക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് മാറിയേ പറ്റൂ. അപ്പോൾ വേറെ രക്ഷയില്ല. അപ്പോൾ നമുക്കെന്നാലും നമ്മളെ മനസ്സിലേക്ക് ആ രൂപം ഇങ്ങോട്ട് ആവാഹിക്കുക. അതായത് ആ വേണുഗോപാല സ്വരൂപത്തെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റുക. അപ്പോൾ ആ മനസ്സിലങ്ങ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് കേട്ടോ. ആ സോപാനത്തിൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ തൊഴുകയാണ്. അങ്ങനെ ആ
ഗുരുവായൂരപ്പൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ വേണുഗോപാല സ്വരൂപത്തെ, മുരളീധരനെ കണ്ട് മനസ്സാ വന്ദിക്കുക. ഇവിടെ വന്ന ആൾക്കാർക്ക് അത് മനസ്സിൽ കയ്യിൽ എന്തായാലും കിട്ടി. ഇനി വരാത്ത ആളുകൾ മനസ്സാ സ്മരിക്കുക, ഇതാണ് ആ രൂപം എന്ന് മനസ്സിൽ ധ്യാനിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ആ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇനി അങ്ങനെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ ഇറങ്ങുക. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ആ അഗ്നികോണിലൊക്കെ നോക്കി, ആ തിടപ്പള്ളിയിലൊക്കെ നോക്കി. തിടപ്പള്ളിയുടെ അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നേദ്യമൊക്കെ കഴിഞ്ഞപ്പോഴേ രാവിലത്തെ ഗണപതി ഹോമം കഴിഞ്ഞു, പിന്നെ നേദ്യമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരും. അങ്ങനെ പോരുമ്പോൾ ആ ഗണപതിയുടെ അവിടെയൊക്കെ തിരക്ക് തന്നെ, എന്ന് നല്ല തിരക്കാണ്. സ്വാമിമാരും ഉണ്ട്, ഇതുമുണ്ട്, സാധാരണ ഭക്തരും ഉണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്കതിനെ അങ്ങോട്ട് കയറാം. ആ ഗണപതി അതാ ആ മുഖം ഒക്കെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ല ആ പൂമാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വളരെ നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പം ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. പ്രാർത്ഥിച്ചിട്ട് ഏത്തൊട്ടിട്ട് ആ വിഘ്നേശ്വരനെ കണ്ട് നമസ്കരിച്ചു. അത് കഴിഞ്ഞ ആ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ അവിടെ തുളസിമാലയുണ്ട്. വിളക്കിങ്ങനെ കിടാവിളക്കിങ്ങനെ കത്തണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ പോരുമ്പോൾ ആ സൈഡിൽ അതാ നമ്മളെ ഗണപതിയുടെ വിഗ്രഹം വേറെയും കാണാം. അതിൻ്റെ മുകളിൽ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തൊട്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ അനന്തപത്മനാഭസ്വാമിനെ കാണാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ മുല്ലമാലയും തുളസിമാലയൊക്കെ നിറയുണ്ട്. അപ്പോൾ നന്നായിട്ടുള്ള ചാർത്തുണ്ടെന്ന് അവിടെ തൊഴാം. മേൽശാന്തിയുടെ അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് പ്രസാദം വാങ്ങിയിട്ട് തൊടാം. അർച്ചന പ്രസാദമൊക്കെ അവിടെ കിട്ടും കേട്ടോ. നട തുറന്നിരിക്കുമ്പോഴേ കിട്ടുള്ളൂ എന്ന് മാത്രം, അല്ലാത്തപ്പോൾ കിട്ടില്ല. അപ്പോൾ ആ അർച്ചന പ്രസാദത്തിന് ചീട്ടാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ തൊഴുന്നതിൻ്റെ മുന്നേ ചീട്ടാക്കിയിട്ട് അവിടെ ചെന്ന് വാങ്ങിക്കൊള്ളൂ. അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് അവിടെ കിട്ടും. മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആ ഉള്ളിലേക്ക് വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ വടക്കേ നടയിൽ കൊടുത്ത ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുന്ന് തരും. പക്ഷെ അത് ചിലപ്പോഴേ കിട്ടുള്ളൂ. അപ്പം ഇനി അവിടെ തൊഴുതു. ഇനി നേരെ നമുക്ക് ആ ശ്രീലകത്തെ നേരെ പിൻഭാഗത്തായിട്ട് ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. ഗുരുവായൂരപ്പനെ കണ്ണനെയൊക്കെ ഇങ്ങനെ ഹരേ കൃഷ്ണ എന്ന് വിചാരിച്ച് നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് തിരിഞ്ഞു പോരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെയൊക്കെ കണ്ടിങ്ങനെ മനസ്സിൽ നോക്കിയിട്ട് പോരുക. അങ്ങനെ പോരുമ്പോൾ കൃഷ്ണൻ്റെ അവിടെ തുളസിമാലയും ഒരു വെളുത്ത മുല്ലമുട്ട് മാലയും ചാർത്തിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ആ മുരുകനെ കാണാൻ ഭസ്മാഭിഷേകം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കണ ആ ഒരു കാഴ്ച അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ തൊടാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കി തൊഴാം. അത് കഴിഞ്ഞിട്ട് ആഞ്ജനേയൻ്റെ അവിടെ നാരങ്ങമാലയുണ്ട്, നല്ല ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ ആ കുങ്കുമമൊക്കെ എടുത്ത് നെറുകിൽ തൊട്ട് അങ്ങനെ പോരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കാണാം. ആ ഓവിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മളെ താമരക്കണ്ണനെ കാണാൻ വരാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാം. കാരണം മേൽശാന്തി വരുമ്പോൾ ഓടിക്കേറിയതല്ലേ, 3 മണിയാകുമ്പോൾ നട തുറക്കണ സമയത്ത് മേൽശാന്തി വരുന്നുണ്ട് എന്ന് കണ്ട മേൽശാന്തി അവിടെ എത്തി. അപ്പോൾ അങ്ങോട്ട് കയറിയതല്ലേ, അതിലൂടെ അങ്ങോട്ട് കയറിയോണ്ടാണല്ലോ അവിടെ താമരക്കണ്ണനായിട്ട് ഉള്ള രൂപമായേ. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് ഇനി ആ മണിക്കിണറൊക്കെ കാണാം. മണിക്കിണറൊക്കെ കണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നൃത്തം ചെയ്യണു. ആ നൃത്താറയിലേക്ക് നോക്കുമ്പോൾ കിടാവിളക്കുണ്ട്, അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ കുറൂരമ്മേനെയും വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ ആ ചെറിയ കുട്ടീനെ എടുത്ത് പോരുന്ന ആ പ്രതീകമായിട്ട് നിൽക്കുന്ന
വസുദേവരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. വടക്കേ നടയിലൂടെ വന്ന നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ ഇനി ഇടത്തരികത്ത് കാവിൽ അമ്മേനെ കാണാൻ പോവാം. അങ്ങനെ അവിടെയൊക്കെ വന്ന് ആ നല്ല കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പ്രസാദം വാങ്ങിയ ആൾക്കാർക്ക് വേണമെങ്കിൽ കണ്ണാടി നോക്കി തൊടണമെങ്കിൽ ആ കണ്ണാടിയിൽ നോക്കിയിട്ടൊക്കെ തൊടാം. കറക്റ്റായിട്ട് തൊഴണമെങ്കിൽ എന്താ പറയുക, നെറ്റിയിൽ കറക്റ്റായി തൊടണമെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് തൊഴുന്ന് കാണാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കിനി നേരെ അമ്മേനെ ഭഗവതിയെ കാണാൻ വരാം. ഭഗവതി അത് നന്നായിട്ട് ആ ചുവന്ന പട്ടൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല സൗന്ദര്യവതിയായിട്ടാണ് ഇന്ന് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. ഗോളകയൊക്കെ ഇറക്കിയിട്ട് നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. ഇനി നമുക്ക് കുറച്ചും കൂടെ നീങ്ങിയിട്ട് പോന്ന മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. നമശിവായ 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 എന്ന് പറഞ്ഞ് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ അവിടെ നിന്നിപ്പോൾ ബുദ്ധിമുട്ട് തന്നെ അതിനെ പോരാൻ. എന്തായാലും വിടുന്നു വിചാരിക്കുക. അതിനെ ഒക്കെ ഗ്രില്ലൊക്കെ വെച്ച് അടച്ചുകൊണ്ടേ അതിലങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ പറഞ്ഞ മാതിരി ഒന്ന് ചാടി നോക്കേണ്ടി വരും, എന്നാലേ ഇപ്പോൾ കാണും. അത്രയും തിരക്കാണ്. എന്നാലും ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയാൽ നമ്മുടെ ആ വേണുഗോപാല സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അങ്ങനെ കുറച്ചിങ്ങോട്ട് കടന്നാൽ വേണമെങ്കിൽ അവിടെ ഒന്ന് നമസ്കരിക്കാം, സാഷ്ടാംഗം നമസ്കരിക്കാം. കൊടിമരത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് നമസ്കരിക്കാം, സാഷ്ടാംഗം നമസ്കരിക്കാം. അധിക നേരം അവിടെ അങ്ങനെ കിടക്കാൻ കഴിയില്ല, എണീക്കണം പെട്ടെന്ന്. കാരണം തിരക്ക് കൂടുന്തോറും അവിടുത്തെ നമസ്കരിക്കാനുള്ള സാധ്യതയും കുറയുകയാണ്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഭക്തരുടെ ആ സമർപ്പണം ധാരാളം കാണാണ്ട് കേട്ടോ. കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെ ചേന, കായ, പൈസ, മഞ്ചാടി, ഇനി എന്തൊക്കെ വേണ്ട എല്ലാം ഉണ്ട്. ഒക്കെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഭണ്ഡാരത്തിൻ്റെ മുകളിലും ഉണ്ട് ധാരാളം സമർപ്പണം. ഇളനീര്, കരിക്ക്, കായ, ചേന, എന്തൊക്കെയോ കുറേ സാധനം, പാല്, അതൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ നമ്മളെ കൂത്തമ്പലത്തിലേക്ക് വന്ന കൂത്തമ്പലത്തിൽ കിടാവിളക്ക് കത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് ക്യൂ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതായത് സ്പെഷ്യൽ ദർശനത്തിന് VIP ദർശനത്തിൻ്റെ ക്യൂ ഉണ്ട്. സ്വാമിമാർ തേങ്ങ അടിക്കണമുണ്ട്, സ്വാമിമാർ മാല ഇടണമുണ്ട്, എല്ലാം കാണാം. അങ്ങനെ കണ്ട് ആ അയ്യപ്പസ്വാമി അതാ നന്നായിട്ട് ഇങ്ങനെ കസവും മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ച് ആ മാലയൊക്കെ പൊന്നിൻ്റെ ഗോപി തൊട്ടിട്ടുണ്ട്. ഗോപി എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിലുള്ള പോലെ അങ്ങനത്തെയൊക്കെ തൊട്ടു. അങ്ങനെ ചെവി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ടു വന്നിച്ച് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് ഒന്ന് വലം വെച്ച് നേരെ അങ്ങോട്ട് പോരാ. തിടപ്പള്ളിയുടെ അപ്പുറത്ത് കൂടെ അങ്ങനെ പോരുമ്പോൾ അവിടെയൊക്കെ തിരക്കാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയുടെ അവിടെ എത്തി. പടിഞ്ഞാറ നടയുടെ അവിടെ നിന്ന് ഒന്നുകൂടി ആ ദീപസ്തംഭം കാണാം. അതിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കാണാം. അതുപോലെ നമ്മളെ കൊടിമരത്തിൻ്റെ മുകളിലത്തെ വേണുഗോപാലിനെയും കണ്ട് തൊഴാം, നമസ്കരിക്കാം. ഒന്ന് നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് അതായത് ഒന്ന് കൈ കൊണ്ടെങ്കിലും ആ നിലത്തൊന്ന് തൊട്ട് നെറുകിൽ വയ്ക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പം എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരമായ കളഭാലങ്കാരമായ ആ വേണുഗോപാല മുരളീധര സ്വരൂപത്തെ കണ്ടു ദർശിച്ചു, സായുജ്യമടഞ്ഞു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ, എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരിൽ വന്ന് ആ ഗുരുവായൂരപ്പനെ കണ്ട പ്രതീതി ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.